നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള ട്രേഡ് സെറ്റപ്പ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ലോവർ ലെവലിൽ നിന്ന് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ ബൈ ട്രെൻഡിലേക്ക് സൂചിപ്പിച്ചിരുന്നു. ബൈ ട്രെൻഡിലേക്ക് കടന്നിരിക്കുന്ന ഏരിയ ആണ്. നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ ബൈ ട്രെൻഡിലാണ്. ഈ ഒരു ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് കാണുന്നത്. ട്രേഡ് ചെയ്യുമ്പോഴായാലും കറണ്ട് ട്രെൻഡിനൊപ്പം നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറണ്ട് ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. റിവേഴ്സൽ ഏരിയകൾ ഇപ്പോൾ വരും ദിവസങ്ങളായാലും റിവേഴ്സൽ ഏരിയയിലായിട്ട് കാണുന്നത് 23,810 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കും. അതുപോലെ തന്നെ 22,210 ഈ രണ്ട് സപ്പോർട്ടുകളായിരിക്കും ഈ ഒരു വലിയൊരു മൊമെന്റത്തിന് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുമ്പോൾ നിഫ്റ്റി ആ ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹയർ ലെവലിൽ കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് 24,320 ആണ്. 24,320 കുറച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഇനി ഫർദർ ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫർദർ ബൈ ഓപ്പർച്യൂണിറ്റി 24,320 മുകളിലേക്ക് ക്ലോസിംഗ് ലെവലിൽ, ഇത് ഡെയിലി ക്യാൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി ക്ലോസിംഗ് ലെവൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ അടുത്തൊരു റെസിസ്റ്റൻസ് 24,800 അടുത്താണ്. 800 ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇപ്പോഴും റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിലനിർത്താനും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഫർദർ അപ്പ് മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ നിഫ്റ്റിക്ക് മുകളിലേക്ക് സാധ്യതയുണ്ട്. ഇതാണ് നിഫ്റ്റിയിലും ഒരു ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിയിലും ഒരു വ്യൂ കാണുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് കിട്ടും. ഇന്നത്തേലും മാർക്കിന്റെ ഒരു മൊമെന്റ് നോക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും നമുക്ക് രാവിലത്തെ ഒരു ഓപ്പണിംഗ് തന്നെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. നമുക്ക് ഈ ഒരു ലെവലിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ല, നമ്മൾ സൂചിപ്പിച്ചാണ്. അതിനുശേഷം ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഒരു പോസിറ്റീവ് മൊമെന്റത്തിലായിരുന്നു. അവസാനം ഒരു സൈഡ് വേസ് മൊമെന്റത്തിലും നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിനെ കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിനെ നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും നല്ല റൈറ്റ് എൻട്രികൾ എപ്പോഴും നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നായിരിക്കണം. റൈറ്റ് എൻട്രികൾ എപ്പോഴും നല്ല സപ്പോർട്ടിന്റെ അടുത്തുനിന്നുള്ള എൻട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അത് എക്സാക്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യും. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രെയിൻഡ് ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്വിക്കായിട്ട് ഒരു മൊമെന്റം കിട്ടും. അപ്പൊ ഏതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 24,100 തൊട്ട് താഴെയാണ്. 24,900 ഞാൻ സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. 24090. ഓപ്പൺ ചെയ്യുന്നത് 24,900 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് 22,225 വരെ റെസിസ്റ്റൻസ് ആണ്. 24,225 വരെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എത്തുന്ന ഒരു സമയത്ത് ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഏരിയയിലായാലും 22,200 തൊട്ട് താഴെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 24,185 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,225 മുകളിലാണെങ്കിൽ ഈ ഒരു ലെവലിൽ 225 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഹയർ ലെവലിൽ 300 അടുത്തെത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. 310 റെസിസ്റ്റൻസ് ആണ്. 24,310 റെസിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ 24,390 400 തൊട്ട് താഴെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 24,330 താഴെ സസ്റ്റെയിൻ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ 24,200 താഴത്തേക്ക് വരണം. 24,185 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഷോർട്ട് ഈ ഒരു ലെവലിൽ ആക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ താഴെയാണ് ഈ ഒരു സപ്പോർട്ട്, അതായത് 24,90 താഴെയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ 23,920 ആണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ചെറിയ മൊമെന്റത്തിനാണ് സാധ്യത കൂടുതൽ. ഏതെങ്കിലും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മുകളിലേക്ക് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. റൈറ്റ് എൻട്രി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 23,000
920 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈഡ് ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. 23,920 അതേപോലെ തന്നെ 23,860 ഇത് രണ്ടും നല്ല സപ്പോർട്ടാണ്. 23,860 അടുത്തും 920 അടുത്തും സപ്പോർട്ടാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് തന്നെ 23,810 ഇത് രണ്ടും ഇതും നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടിൽ വരുന്ന സമയത്തുള്ള ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക, അല്ലെങ്കിലുള്ള ട്രേഡ് അവോയ്ഡ് ചെയ്യുക. മൊമെന്റം കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എപ്പോഴും മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.